ഭാരതീയ ജനതാ പാർട്ടി പുല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന നേതൃപരിശീലന ശിബിരം സംഘടിപ്പിച്ചു. ആര്യങ്കാവ് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃപരിശീലന ശിബിരത്തിന് BJP മുൻ മണ്ഡലം പ്രസിഡന്റായ അർജുനൻ പിള്ള പതാക ഉയർത്തി. പതാക ഉയർത്തുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പുനലൂർ നിയോജകമണ്ഡലത്തിലെ മുൻ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയനായിട്ടുള്ള അർജുനൻ പിള്ള സാറിനെ ക്ഷണിക്കുകയാണ്. बोलो भारत माता की जय भारत माता बीजेपी जय भारत माता. തുടർന്ന് ദ്വിദിന പരിശീലന ശിബിരം തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി വടമൺ ബിജുവിന്റെ അധ്യക്ഷതയിൽ BJP സംസ്ഥാന സമിതി അംഗവും കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രഭാരിയുമായ TR അജിത് കുമാർ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പുല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു. BJP പുല്ലൂർ മണ്ഡലം പ്രസിഡന്റ് മനോജ് അഷ്ടമംഗലം, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിൻ പ്രസാദ്, BJP സംസ്ഥാന സമിതി അംഗം B രാധാമണി, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിജു കലേനാട്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് റെജി ഇടമൺ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മാമ്പഴത്ര സലീം എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന പ്രസംഗം പറയാൻ സമയമില്ല. പാർട്ടി വളരെ കൃത്യനിഷ്ഠയോടുകൂടി വ്യവസ്ഥാപിതമായി ഈ ശിബിരം ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇത് സമയബന്ധിതമാണ്. സമയത്തിന് ഒരു വ്യത്യാസവുമില്ലാതെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കണം. അതുകൊണ്ടാണ് അധ്യക്ഷൻ വരേണ്ട യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വന്ന ഇല്ലെങ്കിലും നമ്മൾ ഈ യോഗം ആരംഭിച്ചത്. അപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും പാർട്ടിയുടെ പ്രോഗ്രാം നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച പോലെ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകത. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ തുടക്കത്തിൽ 10 പേരുമായി തുടങ്ങിയ പാർട്ടി ഇന്ന് 14 കോടി അംഗസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി, ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടി വളർന്നിരിക്കുന്നു. 21 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അധികാരത്തിലാണ്. കഴിഞ്ഞ 12 വർഷമായി മൂന്നാമതും ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തിൽ അധികാരത്തിലേറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെയുള്ള ശിബിരങ്ങൾ നമ്മുടെ രാജ്യവ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11 ലക്ഷത്തിൽ കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ, 1736ഓളം ജില്ലാ കമ്മിറ്റികൾ, ഏതാണ്ട് 17,000-ൽ കൂടുതൽ മണ്ഡലം കമ്മിറ്റികൾ, സംഘടനാ മണ്ഡലം കമ്മിറ്റികൾ, ഇങ്ങനെ ഒരു വലിയ ബൃഹത്തായ സംഘടനാ സംവിധാനമുള്ള സുശക്തമായ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കാണാൻ കഴിയുന്നത്. അതിനൊട്ടും വിഭിന്നമല്ല ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതേ രീതിക്ക് തന്നെ നിരവധി കഷണങ്ങളായി ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശിഥിലപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരമവൈഭവത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം ഈ രാജ്യത്തെ പരമവൈഭവത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രമാണ് ആദ്യം. ഈ രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരുടെയും ഹൃദയത്തുടിപ്പ്. അവരാഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി ഇന്നും അജയ്യമായി നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെതിരെ ഉയർന്നു വരുന്ന ഏതാരോപണത്തെയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത്, അതിജീവിക്കുവാനുള്ള സാമർഥ്യം,
അതിനെ അവഗണിക്കുവാനുള്ള മനോഭാവം, അതിനെ എതിർത്തതിജീവിച്ച് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം അശ്വതി. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്.